അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ പ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. സത്യവിശ്വാസികളുടെ മാതാവാകുന്നു. അതിനാൽ മുസ്ലിം സമൂഹം അവരോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു. എല്ലാ മുസ്ലിങ്ങളും അവരെ പറ്റി അറിയണ്ടേ, എങ്കിൽ മാത്രമേ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഉറവൊഴുകുകയുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു അതിശയ വനിതയായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ആയമറിഞ്ഞ പണ്ഡിത വനിതയായിരുന്നു മഹദി അവറുകൾ. ഖുർആനിൻ്റെ ആയത്തുകൾ അവർക്ക് വിശദമായി വിവരിക്കാൻ കഴിഞ്ഞിരുന്നു. ഹദീസുകൾ അവർക്ക് ജീവിതാനുഭവങ്ങളായിരുന്നു. ഫിഖ് സമ്പന്നമായി വന്നവർക്കെല്ലാം സംശയ നിവാരണം വരുത്തിക്കൊടുത്തു. പ്രതിഭാസമ്പന്നയായ കവിയത്രിയായിരുന്നു. ഇമ്പമുള്ള കവിതകൾ ധാരാളം രചിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം നന്നായി പഠിച്ചിരുന്നു. നല്ലൊരു അധ്യാപിക കൂടിയായിരുന്നു. ധാരാളം കുട്ടികൾക്ക് നിരവധി ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അവരെല്ലാം പിൽക്കാലത്ത് പേരെടുത്ത പണ്ഡിതരും പണ്ഡിത വനിതകളുമായി മാറിയിട്ടുണ്ട്. അവരുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, സലാം ചൊല്ലിയിട്ടുണ്ട്. അവരുടെ വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കെ വഹി ഇറങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ഇറങ്ങിയാൽ അത് ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ ലഭിക്കുമായിരുന്നു. അവരത് പഠിക്കും, അർത്ഥസാരങ്ങൾ പഠിച്ചു വെക്കുകയും ചെയ്യും. ഇറങ്ങിയ സാഹചര്യം പ്രത്യേകം ഓർത്ത് വെക്കും, എഴുതി വെക്കുകയും ചെയ്യും. പഠനത്തിന് ഏറ്റവും പറ്റിയ കാലം ബാല്യകാലമാണ്. ആ പ്രായത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അഥവാ ഭാര്യയായിട്ട്. ഭർത്താവിൻ്റെ ജീവിതമായിരുന്നു ഭാര്യയുടെ പഠന വിഷയം. മിടുക്കിയായ വിദ്യാർത്ഥി രാവും പകലും പ്രവാചക ജീവിതം പഠിക്കുകയായിരുന്നു. യുദ്ധരംഗങ്ങൾ നേരിൽ കണ്ടു. ചില പ്രത്യേക സാഹചര്യത്തിൽ രണാങ്കണത്തിൽ ഇറങ്ങിച്ചെന്നു. മുറിവേറ്റ ഭടന്മാരെ പരിചരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരുപാട് സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു. കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും മുസ്ലിം സമൂഹം തകർക്കാനും വന്ന കക്ഷികളെ അവർ ശക്തമായി ആക്ഷേപിച്ചു. നാശത്തിൻ്റെ നാളങ്ങൾ ഊതിക്കെടുത്തി. സിദ്ദീഖിൻ്റെ മകൾ സിദ്ദീഖ റളിയല്ലാഹു അൻഹ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കിട്ടുന്നതെല്ലാം ദാനം ചെയ്യും. പകൽ ദാനം ചെയ്യുമ്പോൾ രാത്രി പട്ടിണിയാകുമെന്നുള്ള കാര്യം ഓർക്കില്ല. ആയിഷ റളിയല്ലാഹു അൻഹ സേവനം തുടരുകയാണ്. എന്നിട്ട് അവർക്ക് എന്ത് കിട്ടി? ഉമ്മ എന്നുള്ള സ്നേഹമൂർന്ന വിളി. അവർ പ്രസവിക്കാത്തൊരു ഉമ്മയാണ്. വനിതകളുടെ വിമോചകയാണവർ. വനിതകൾക്ക് ഇത്രയും മഹത്തായ സേവനം ചെയ്ത മറ്റൊരു നായികയെ കണ്ടെത്താൻ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം. ഒരിക്കൽ ഖൗല റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. എന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, അങ്ങേക്ക് എന്തെന്നില്ലാത്ത മ്ലാനതയും സങ്കടവും ഞാൻ കാണുന്നു. അങ്ങിങ്ങനെ എത്ര കാലം ഒറ്റയ്ക്ക് ജീവിക്കും? അങ്ങേക്കൊരു കല്യാണം കഴിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖദീജയ്ക്ക് ശേഷം ഞാൻ കല്യാണം കഴിക്കണമെന്നോ? അതെ, അങ്ങ് കല്യാണം കഴിക്കണം, അങ്ങയുടെ മക്കളെ വളർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഖദീജയോളം നല്ലവളായ ആരുണ്ട്? ഉണ്ട് നബി, അങ്ങേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തുകൂടെ? അവർക്ക് ചെറിയ പ്രായമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ നിശ്ചയിച്ചു വെച്ചുകൂടെ? ഒരുമിച്ച് ജീവിക്കൽ വൈകിപ്പിച്ചൂടെ? നിങ്ങളുടെ സുഹൃത്തിൻ്റെ മകളല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ടത് എൻ്റെ മക്കൾക്കൊരു അത്താണിയാണ്. അങ്ങനെയാണ് സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. അതിനുശേഷമാണ് ആയിഷ ബീബിയെ വിവാഹം ചെയ്യുന്നത്. റസൂലിന് മലക്ക് ജിബ്രീൽ സ്വപ്നത്തിൽ വന്ന് ഒരു കടലാസിൽ കാണിച്ചു കൊണ്ട് പറഞ്ഞു, നോക്ക് നബി, ഇത് അങ്ങയുടെ ഭാര്യയാണ്. ഇത് 3 ദിവസം തുടർച്ചയായി കണ്ടു. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാനുണ്ടായ സാഹചര്യം. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ കണ്ടെത്തിയ ആരോപണമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള വ്യഭിചാര ആരോപണം. ഒരുപാട് മോശമായ സാഹചര്യങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ നേരിട്ടു. ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ എന്ന മനുഷ്യൻ ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആ മനുഷ്യന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകരും യാത്ര പുറപ്പെട്ടു. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മലമൂത്ര വിസർജനത്തിനായി ഒരു ഭാഗത്ത് ഇറങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന് പുറകിൽ കയറിയിട്ടുണ്ടെന്ന് കരുതി പ്രവാചകരും സഹാബത്തും യാത്ര പുറപ്പെട്ടു. മലമൂത്ര വിസർജനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് തൻ്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അത് തിരയുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകരും മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുകയായിരുന്നു. മരുഭൂമിയിൽ ഒറ്റക്കാണ് നമ്മുടെ ഉമ്മ. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് കിടന്നു. ഏതൊരു സൈന്യം പുറപ്പെടുമ്പോഴും അതിൻ്റെ പിറകിലായി എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി
സഫാൻ റളിയല്ലാഹുവിനു മുഅത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിന് പിറകിൽ വരുന്നത്. ആയിഷ റളിയല്ലാഹുവിനെ കണ്ട ഉടനെ സഫാൻ റളിയല്ലാഹു പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഇനി വരാനിരിക്കുന്നത് ഫിത്നയാണ്. സഫാൻ റളിയല്ലാഹുവിനെ കണ്ട ഉടനെ ആയിഷ റളിയല്ലാഹു തൻ്റെ മുഖം മൂടി താഴ്ത്തി. അത്രയും സൂക്ഷ്മതയുള്ള സ്ത്രീയായിരുന്നു നമ്മുടെ ഈ പൊന്നുമ്മ. സഫാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു. ആയിഷ ബീബി അതിൽ കയറി. മദീന എത്തും വരെ അവർ തമ്മിൽ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ആയിഷ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന് മുകളിലും സഫാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന് താഴെയുമായിരുന്നു. അങ്ങനെ അവർ മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അബ്ദുല്ലാഹ് ഇബ്നു സുലൂൽ പണി തുടങ്ങിയിരുന്നു. നാട് മുഴുവനും പ്രവാചകന്റെ പത്നി ആയിഷ ബീബിയെക്കുറിച്ച് ആരോപണം പരത്തിയിരുന്നു. ഇത് കേട്ട ചിലർ ഇത് ഏറ്റുപിടിച്ചു. ചില സഹാബത്ത് പോലും പറഞ്ഞുപോയി. ഇങ്ങനെ നാവിലൂടെ വന്നുപോയി. നാട് മുഴുവനും ഈ വാർത്ത പറഞ്ഞിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ ഇതറിഞ്ഞിട്ടില്ല. ഇസ്താഖ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയുടെ കൂടെ ഒരു ഭാഗത്ത് മാറി നിന്ന് മലമൂത്രം വിസർജനം നടത്തുകയായിരുന്നു. അപ്പോൾ ഉമ്മ തൻ്റെ മകനെക്കുറിച്ച് അല്പം മോശമായി സംസാരിച്ചു. അത് കേട്ട ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത സഹാബിയല്ലേ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ ഉടനെ ഉമ്മ മറുപടി പറഞ്ഞു, ആയിഷ, നിങ്ങളെപ്പറ്റിയ എൻ്റെ മകൻ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്ന വാക്കുകളാണ്. അത് കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നടുങ്ങിപ്പോയി. സങ്കടം സഹിക്കാൻ വയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലെത്തി. രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു ഉമ്മ. 1 മാസക്കാലം രോഗം ബാധിച്ച് കിടന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ, നിരപരാധിത്വം തെളിയിക്കണേ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആയിഷ, നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു അത് തെളിയിക്കും. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ 11-ാമത്തെ ആയത്ത് അള്ളാഹു ഇറക്കിയത്. ആയിഷ നിരപരാധിയാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർ ഇതറിയണം. ഇതായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഹ്വാന അലി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.